ഹലോ മൈ ഡിയർ ലവ്സ്, എല്ലാവർക്കും 333 ദ ഇംപ്രസ് ഓഫ് ടാരോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി. ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിലെത്തുമ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണ്, അവരുടെ കറണ്ട് ഫീലിങ്സ് നിങ്ങളോട് എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ കൂടുതൽ റീഡിങ്സിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് റീഡിങ് കാണുക, പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് തന്നെ ഈ ഒരു റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. സോ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്? നിങ്ങളുടെ പേഴ്സണിൽ ഇപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? 8 ഓഫ് സോർഡ്, ലവേഴ്സ്. Wow, okay, beautiful energy. 3 of sword, okay. Ace of cups. സമ്മിശ്രമായിട്ടുള്ള ഒരു ഫീലിങ്സ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങൾ അവർ മറന്നിട്ട് പുതിയൊരു എനർജിയോട് കൂടി നിങ്ങളിലേക്ക് വരാനായിട്ടാണ് കാണുന്നത് കേട്ടോ. നമുക്ക് നോക്കാം. ഹെർമിറ്റ്, 8 of Pentacle, Knight of Pentacle, 6 of Wands, 7 of Pentacle ആണ് ടോപ്പ് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ വന്നിരിക്കുന്ന ലവേഴ്സ് കാർഡാണ്. 8 ഓഫ് സോഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്. എങ്കിലും നമുക്കിവിടെ ലവേഴ്സും ഏസ് ഓഫ് കപ്സും കൂടി വന്നിട്ടുള്ളത് കൊണ്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് കേട്ടോ. ഒരു ഓഫറുമായിട്ട് നിങ്ങളിലേക്ക് ഈ വ്യക്തി വരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് തന്നെ നിങ്ങളിലേക്ക് ആ ഒരു ഓഫറുമായിട്ട് വരണം എന്നൊക്കെയുള്ള ഒരു എനർജിയിൽ അവർ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ ചെറിയൊരു കാര്യമെന്നുള്ളത്, നിങ്ങളുടെ ലൈഫിൽ ഈ റിലേഷൻഷിപ്പിൽ പാസ്റ്റിൽ കുറച്ച് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മേ ബി നിങ്ങളിപ്പോൾ ഈ ഒരു റീഡിങ് കാണുമ്പോൾ, അതായത് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നിങ്ങളിൽ നിന്നൊരു ഡിറ്റാച്ച്മെൻ്റ് എടുത്ത് നിൽക്കുന്നതായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു ഡിറ്റാച്ച്മെൻറ്റിൽ നിൽക്കുന്ന ഒരു സമയമായിരിക്കണം. അപ്പോൾ ഇവിടെ പലപ്പോഴും പല കാര്യങ്ങളിലും ഒരു ഭയത്തോടു കൂടി നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതായത് സെൽഫായിട്ട് ലിമിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഉള്ളിലുള്ള ഇമോഷൻസിനെ സെൽഫായിട്ട് ലിമിറ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരവസ്ഥയിലൂടെ ഇപ്പോൾ അവർ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ അവരിവിടെ മാറ്റിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എന്നുള്ളത് കാണുന്നുണ്ട്. ഹെർമിറ്റ് എനർജിയാണ്, 8 ഓഫ് പെൻറ്റക്കിൾ ആണ്. അവർ ആ ഒരു എനർജിയിൽ ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് അവർക്ക് വരണം എന്നുള്ളത് തന്നെയാണ് അതിനുള്ള കാരണമായിട്ട് അവരിപ്പം ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അവർ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നിങ്ങളിലേക്ക് വരാനാണ് അവരുടെ മനസ്സും അല്ലെങ്കിൽ അവരും ആഗ്രഹിക്കുന്നത് എന്നുള്ളത് അവർക്ക് തന്നെ ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടുള്ള ഒരു സമയമാണ്. അതായത് ഒരു ഫ്രഷ് എനർജിയോട് കൂടി ഒരു പുതിയൊരു തുടക്കത്തോട് കൂടിയിട്ട് നിങ്ങളിലേക്ക് വരണം, ഒരു പുതിയ തുടക്കം നിങ്ങളിൽ നിന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ പുതിയൊരു തുടക്കമാണ് ആഗ്രഹിക്കുന്നത്. വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു എനർജിയോട് കൂടിയിട്ട് ഈ ഒരു ഹൃദയത്തിൽ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ പഴയ ഓർമ്മകൾ, പഴയ ആ ഒരു നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് എല്ലാം കളഞ്ഞിട്ട്, അതായത് ആ ഒരു ഹേർട്ട് ചക്രയൊക്കെ പ്യുവറായിട്ടും അതിനെ പ്യുവർ എനർജിയോട് കൂടിയിട്ട് ആക്കി നിങ്ങളിലേക്ക് എത്തിച്ചേരണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിലാണ്, ആ ഒരു എനർജിയിലാണ് ഇപ്പോൾ ആ ഒരു പേഴ്സൺ ഉള്ളത്. അതായത് അവരുടെ ഹൃദയം ഏറെ വിശാലമായിരിക്കുന്നു എന്നുള്ളതാണ് ഏസ് ഓഫ് കപ്സ് കാണിക്കുന്നത്. കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസോ കാര്യങ്ങളോ ഒക്കെ നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങളിപ്പോഴും ആ ഒരു എനർജി ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ അതൊരു ബ്ലോക്കേജ് ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളിപ്പോൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. കാരണം 8 ഓഫ് സോഡിൻ്റെ എനർജി ഇവിടെ വന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ പേഴ്സണ് ഇപ്പം നിങ്ങളോട് വളരെ ഇൻറ്റിമസി ഒക്കെ തോന്നുന്നുണ്ട്, നിങ്ങളിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സോൾമേറ്റ് കണക്ഷനൊക്കെയാണ്, ഒരു ഫിസിക്കൽ അട്രാക്ഷനും ഇമോഷണൽ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റും വളരെയധികം നല്ല രീതിയിൽ തോന്നുന്ന ഒരു സമയമാണ്. അവർ ഫുള്ളി നിങ്ങളുടെ മുന്നിൽ അവരുടെ ഹൃദയം തുറന്ന് സംസാരിക്കാനായിട്ടൊക്കെ അവരിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും അവരെ ചില കാര്യങ്ങൾ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പാസ്റ്റിൽ നടന്നിട്ടുള്ള ചില കാര്യങ്ങൾ അവരെ ഒന്ന് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളോട് ഫീലിങ്സ് അവരിപ്പോൾ എക്സ്പ്രസ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ അവരിങ്ങനെ ഒരുപാട് ആലോചിക്കുന്ന ഒരു സമയം കൂടി, അങ്ങനെ ഒരു എനർജി കൂടി വന്നിട്ടുണ്ട്.
അതായത് ചില കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ ഹീലായി വരാനുള്ള ഒരു സമയം ആണിപ്പോൾ. പക്ഷെ നിങ്ങൾ ഇവിടെ കാണുന്നത് ആ ഒരു പേഴ്സൺ ഒരുപാട് ഹീൽ ചെയ്തിട്ടുള്ള ഒരു എനർജിയാണ്, അതായത് ഹെർമിറ്റ് എനർജിയാണ്. ആൾ സെൽഫ് വർക്ക് ചെയ്തിട്ടുള്ളൊരു സമയമാണ്. ആളുടെ ഇമോഷൻസിനെയൊക്കെ ഒത്തിരി കറക്റ്റ് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് ആൾ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഇടയിൽ ഈ ഒരു ഡിറ്റാച്ച്മെൻറ്റ് വന്നിട്ടുള്ളപ്പം ആളൊത്തിരി സ്വയം ബ്ലെയിം ചെയ്ത് സ്വയം കുറ്റപ്പെടുത്തിയും ആൾ ചിന്തിച്ചിട്ടുണ്ട്, സ്വയം ലിമിറ്റ് ചെയ്ത് ഒത്തിരി വെച്ചിട്ടുണ്ട്. ഇപ്പോഴും ചില സമയത്ത് ആളുടെ ഉള്ളിൽ ഫീലിങ്സ് നിങ്ങളോട് തുറന്ന് പറയണം അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരണം എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ആ ഒരു ഫീലിങ്സ് അവരുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ എനിക്ക് പറയാൻ പറ്റുന്നത് നിങ്ങളുടെ ഒരു റിഫ്ലക്ഷൻ അവരിലേക്ക് ചെല്ലുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അതായത് നിങ്ങളിൽ ചിലപ്പോൾ ഈ ഒരു ഇമോഷണൽ പെയിൻ ഇപ്പോഴും ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വ്യക്തികളുണ്ടായിരിക്കണം. നിങ്ങളങ്ങനെ ഇമോഷണൽ പെയിൻ എന്തെങ്കിലും ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പെയിൻ അവരിലും റിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ടും ആ വ്യക്തി അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഇത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ചില സമയം അത് അവരുടെ ആ ഒരു എനർജിയിലേക്ക് അവർ വരുമ്പോൾ വീണ്ടും സ്വയം ഡൗട്ട് ചെയ്ത് ഇത് പറഞ്ഞാൽ ശരിയാകുമോ, അല്ലെങ്കിൽ നിങ്ങളത് ഏത് സെൻസിലെടുക്കും, അല്ലെങ്കിൽ നിങ്ങൾ പാസ്റ്റിലെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും വിട്ട് കളയാതെ നിൽക്കുകയാണോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പാസ്റ്റിലെ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ഇനിയും അവരെ ജഡ്ജ് ചെയ്ത് ഈ റിലേഷൻഷിപ്പിലേക്ക് വരാതെ അല്ലെങ്കിൽ ഇതിൽ നിന്ന് മൂവ് ഓൺ ആയി അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഡിറ്റാച്ച്മെൻ്റ് എടുത്തൊക്കെ നിങ്ങൾ നിൽക്കുമോ എന്നുള്ളൊരു ഭയം, അങ്ങനെയുള്ളൊരു ഡൗട്ടൊക്കെ അവർ ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ആക്ച്വലി അവർ ആഗ്രഹിക്കുന്നത് പുതിയൊരു തുടക്കം തന്നെയാണ്, നിങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം. അവരുടെ ഹൃദയം നിറയെ നിങ്ങളോടുള്ള ഒരു എനർജി, നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യേണ്ട ഒരു എനർജിയൊക്കെയാണ് അവരിപ്പോൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരുപാട് അവർ ഹേർട്ട് ചക്രയൊക്കെ ഹീൽ ചെയ്ത് ഒരുപാട് നല്ലൊരു എനർജിയിലേക്കൊക്കെ എത്തിച്ചേർന്നിട്ടുള്ള ഒരു സമയമാണ്. ഇവിടെ ഏസ് ഓഫ് കപ്സ് കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരുടെ ഉള്ളിൽ ഇപ്പോഴും നന്നായിട്ട് ആക്റ്റീവായി തന്നെ കിടപ്പുണ്ട്. അതായത് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരുടെ മനസ്സിൽ ഇപ്പോഴും ഉള്ളതായിട്ടും ആ ഒരു ഓർമ്മകളെ അവരിങ്ങനെ ഉണർത്തി അല്ലെങ്കിൽ അവർ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ഓർമ്മകളിലേക്ക് പോയി അങ്ങനെയാണ് ആ വ്യക്തി ഇപ്പം ജീവിക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞു നിങ്ങളിലുള്ള ഒരു മിറർ എനർജി അവരിലേക്ക് ചെല്ലുന്നുണ്ട്. ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങളും എന്തൊക്കെയോ ഇനി എന്താകും, അല്ലെങ്കിൽ ഇമോഷണൽ പെയിനിലൂടെ പോകുന്നു, അല്ലെങ്കിൽ സംശയങ്ങളാണ്, ഒരുപാട് സംശയങ്ങൾ. ഇത് ശരിയാകുമോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഫ്യൂച്ചർ എന്താകും, ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങൾ ഇനി എന്താകും എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ ഒരുപാട് നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എനർജി ഇവരിലേക്കും മിറർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പേഴ്സണും അന്നേരം ആ ഒരു എനർജിയിൽ വരികയും അത് റിലേഷൻഷിപ്പിൽ നിങ്ങളിലേക്ക് വരുന്നതിനെ ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുന്നതായിട്ടും അങ്ങനെയുള്ളൊരു എനർജിയാണ് കാണുന്നത്. പക്ഷേ ഇവിടെ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടുള്ള ഡിവൈൻ ഫെമിനൈൻ മസ്കുലൈൻ യൂണിയൻ, ഈ ഒരു യൂണിയൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവർ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. 8 ഓഫ് പെൻറ്റക്കിൾ എനർജിയാണ്. അവർ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഹെർമിറ്റ് എനർജിയാണ്, 8 ഓഫ് പെൻറ്റക്കിൾ എനർജിയാണ്. അപ്പോൾ അതായത് അവർ സെൽഫായിട്ട് ഒത്തിരി അവയർനെസ് കൊണ്ടുവരുന്നുണ്ട്, സെൽഫായിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്, സ്വയം പരിശോധിക്കുന്നുണ്ട്, ആത്മപരിശോധന നടത്തുന്നുണ്ട്. ആത്മപരിശോധന നടത്തി എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, യഥാർത്ഥത്തിൽ ഇവിടെ റിയൂണിയൻ അല്ലെങ്കിൽ ഒരു യൂണിയൻ നടക്കാത്തതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ്, ഹീൽ ചെയ്യപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഹീൽ ചെയ്യപ്പെട്ട് വന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അവർ പാസ്റ്റിലെ കാര്യങ്ങളെയൊക്കെ നന്നായിട്ട് ഹീൽ ചെയ്ത ഒരു സമയമാണ്. അവരുടെ ലൈഫിൽ സ്വയം ഒന്ന് വിലയിരുത്തി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്തൊക്കെയാണ് അവരിൽ നിന്ന് പറ്റിയ തെറ്റുകൾ, അല്ലെങ്കിൽ എവിടെയാണ് അവർക്ക് തെറ്റ് പറ്റിയത് എന്നൊക്കെ അവർ മനസ്സിലാക്കിയെടുത്ത ഒരു സമയവും, അതിന് വേണ്ടിയിട്ട് ഇനി ഈ റിലേഷൻഷിപ്പിൽ പുതിയൊരു തുടക്കം എങ്ങനെ കൊണ്ടുവരാം, അതിന് വേണ്ടിയിട്ട് എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത് എന്നൊക്കെ അവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. 8 ഓഫ് പെൻറ്റക്കിൾ എന്ന് പറയുന്നത് ആ ഒരു എഫിഷ്യൻ്റായിട്ട് ഇതിനകത്ത് എങ്ങനെ ഈ റിലേഷൻഷിപ്പിലേക്ക് ഇനി എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്ത് ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിലേക്ക് ആൾക്ക് എങ്ങനെ എത്തിച്ചേരാം, വീണ്ടും ഒരു റിയൂണിയനായിട്ട് അല്ലെങ്കിൽ വീണ്ടും ഒരു പ്രപ്പോസലായിട്ട് തന്നെ ഈ പേഴ്സണ് വരണം എന്നുണ്ട്. ലവേഴ്സ് എനർജിയാണ്, ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്, വീണ്ടും നിങ്ങളെ പ്രപ്പോസ് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു എനർജിയാണ്. ഇത് കാണിക്കുന്നത് ഒരു യൂണിയൻ, ഡിവൈൻ യൂണിയൻ, പ്രപ്പോസൽ, അല്ലെങ്കിൽ വളരെ ഹേർട്ട് ടു ഹേർട്ട് അറ്റാച്ച്മെൻറ്റ്, അങ്ങനെയൊക്കെയുള്ളൊരു ഫീലിംഗ് ആണ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് തോന്നുന്നത്. സോ പാസ്റ്റിലെ ചില കാര്യങ്ങളൊക്കെ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ ഫോളോ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നൈറ്റ് ഓഫ് പെൻറ്റക്കിളിൻ്റെ എനർജി നോക്കിയാൽ അറിയാം, നിങ്ങളും ആ ഒരു പേഴ്സണെ
ആകർഷിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ തന്നെയും നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. എന്ത് തന്നെ സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു കാര്യം പക്ഷേ നിങ്ങൾ ഹോൾഡ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ നിങ്ങളുടെ ലൈഫിലേക്ക് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു പേഴ്സണിൽ ആ ഒരു എനർജി മിറർ ചെയ്യുന്നതായിട്ടും അവരിലേക്ക് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ടുമാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു എനർജിയാണ് ഇവിടെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ റിലീസ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ ഗൈഡൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. അവരെ സംബന്ധിച്ച് അവരിപ്പോൾ ഹീൽ ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ്. അവർ റിലേഷൻഷിപ്പിൽ ഒരുപാട് കാര്യങ്ങൾ, അവരുടെ തെറ്റുകളും യഥാർത്ഥത്തിൽ എന്താണ് ഇതിൽ സംഭവിച്ചതെന്നൊക്കെ അവർ മനസ്സിലാക്കി അതിനെ തിരുത്തി വരാനായിട്ടുള്ളൊരു ശ്രമത്തിലാണ്. 8 ഓഫ് പെൻറ്റക്കിൾ എനർജി എന്ന് പറയുന്നത് പ്രിപ്പറേഷനാണ്. ഈ റിലേഷൻഷിപ്പിലേക്ക് വർക്ക് ചെയ്യണം, ഇതിലേക്ക് വീണ്ടും വരണം എന്നുള്ള ഒരു തീരുമാനത്തോട് കൂടിയിട്ട് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നിങ്ങളെ അവരിപ്പോഴും അവരുടെ മനസ്സിൽ തന്നെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളെന്ന് പറയുന്ന ആ ഒരു എനർജി, ഈ ഒരു ക്യാൻഡിൽ നോക്കിയാലും നിങ്ങളെന്ന് പറയുന്നത് അവർക്കൊരു ലൈറ്റായിട്ടും ഒരു ജീവിതത്തിൽ മുന്നോട്ടൊരു വെളിച്ചമായിട്ടൊക്കെയാണ് അവർ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ അവർ വരാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അവരതിൻ്റെ പ്രിപ്പറേഷൻ ടൈമിലാണ്, അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന 6 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. നിങ്ങളെ പൂർണ്ണമായിട്ടും അവരുടെ ലൈഫിലേക്ക് സ്വീകരിക്കാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ ലൈഫിലേക്ക്, അവരുടെ ജീവിതത്തിലേക്ക് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവർ റെഡിയായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഉള്ളിൽ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് എന്തെങ്കിലും നെഗറ്റീവ് ഇമോഷൻസോ എനർജീസോ ഉണ്ടെങ്കിൽ അതൊന്ന് സ്വയം വിലയിരുത്താനായിട്ടുള്ള ഒരു സമയമാണ്. അതായത് നിങ്ങളാണ് ഇനിയിപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ പോസിറ്റീവ് ചേഞ്ച് കൊണ്ടുവരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ അതിൽ വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് പൂർവാധികം ശക്തമായിട്ട്, വളരെ സ്നേഹത്തോടു കൂടിയിട്ട്, വളരെ ഓപ്പൺ ഹാർട്ടായിട്ട് നിങ്ങളോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് നല്ല വ്യക്തമായിട്ടുള്ള ധാരണയോട് കൂടിയിട്ട്, വളരെ ഡിവൈൻ മസ്കുലൈൻ ഫെമിനൈൻ യൂണിയൻ, ശിവശക്തി എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു യൂണിയനാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിൽ നല്ലൊരു മാറ്റത്തിനായിട്ട് ഞാനിപ്പോൾ ഏത് എനർജിയിലാണ് നിൽക്കേണ്ടത് എന്നൊക്കെ നിങ്ങളെ വിലയിരുത്തേണ്ട സമയമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ ഒരു 8 ഓഫ് സോഡിൻ്റെ എനർജിയിൽ നിന്ന് അവർ ലവേഴ്സ് എനർജിയിലേക്ക് വരുന്നത്, നിങ്ങളോട് വന്ന് പ്രപ്പോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളോട് വന്ന് അവർ ധൈര്യത്തോട് കൂടിയിട്ട് തന്നെ അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നതും ഈ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകുന്നതും. അപ്പോൾ ഇപ്പോൾ അവരെന്തായാലും നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്. നൈറ്റ് ഓഫ് പെൻറ്റക്കിളാണ്. അപ്പോൾ നിങ്ങൾ ദൂരേക്ക് പോയിക്കൊണ്ടിരിക്കാതെ നിങ്ങളും തിരിച്ചു നടക്കുക, തിരിച്ച് ഈ ഒരു പേഴ്സണിലേക്ക് വരാനായിട്ടുള്ള ശ്രമം നടത്തുക. ഇവിടെ നിങ്ങൾ ദൂരേക്ക് അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് നിങ്ങൾ അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ തോട്ട്സ് ആണ്, നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളിപ്പോൾ ഇവിടെ നിരീക്ഷിക്കേണ്ടത്. അപ്പോൾ എന്തായാലും ആ ചിന്തകളെ, അല്ലെങ്കിൽ ആ ഒരു നിങ്ങളുടെ ഇന്നർ തോട്ട്സിനെ നിങ്ങളൊന്ന് നിരീക്ഷിച്ചിട്ട് അതിനകത്ത് നിങ്ങൾ വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ നല്ലൊരു ചേഞ്ച് വരുന്നതാണ്. ഈ റിലേഷൻഷിപ്പ് നല്ല ഫ്രഷ് എനർജിയോട് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്, മുന്നോട്ട് പോകുന്നതാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. 7 ഓഫ് പെൻറ്റക്കിൾ അഗെയിൻ കാണിക്കുന്നത് ഈ റിലേഷൻഷിപ്പിനെ അവരെന്തായാലും റീബിൽഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ബിൽഡ് ചെയ്യാനായിട്ട്, ഒന്നേന്ന് പറഞ്ഞിട്ട് ഒരു ഫൗണ്ടേഷനോട് കൂടിയിട്ട്, ഒരു അടിസ്ഥാനത്തോട് കൂടിയിട്ട് ഇത് ബിൽഡ് ചെയ്യാനായിട്ടാണ് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു റിലേഷൻഷിപ്പായിട്ട് ഇത് ബിൽഡ് ചെയ്ത്, ഇത് ഗ്രോ ചെയ്ത് വളരെ ഫ്രൂട്ട്ഫുൾ ആക്കി മുന്നോട്ട് നല്ല രീതിയിൽ ഇത് കൊണ്ടുപോകണമെന്ന് ആ ഒരു പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അവരെടുത്തിരിക്കുന്ന തീരുമാനവും അതാണ്, നിങ്ങളിലേക്ക് വരണം, ഈ ഒരു യൂണിയൻ നടക്കണം എന്നുള്ളത് അവർക്കും വളരെയധികം ആഗ്രഹമുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ചില കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പം നിലനിൽക്കുന്നതായിട്ടുള്ള ബ്ലോക്കേജ് കൂടി മാറി കിട്ടുമോ, ബ്ലോക്കേജ് മാറി ഒരു യൂണിയൻ ഉണ്ടാകുമോ, അടുത്ത് തന്നെ ഒരു യൂണിയൻ ഉണ്ടാകുമോ എന്ന് കൂടി നോക്കാം. ഓക്കെ, ദ ബർഡൻ ആണ്, പ്രൊജക്ഷൻസ്, ഹീലിംഗ്, യെസ് ഹീലിംഗ് ആണ്. ടോപ്പ് ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് സെലിബ്രേഷൻ ആണ്. ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് ബർഡൻ ആണ്, പ്രൊജക്ഷൻസ് ആണ്. അതായത് 2 ആൾക്കാരുടെ ഭാഗത്തു നിന്നും തെറ്റുകൾ ഈ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുണ്ട്. ബർഡനായിട്ട് ഒരു നെഗറ്റീവ് എനർജി, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ഒരു ബർഡനായിട്ട് നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എനർജി തീർച്ചയായിട്ടും ഇവിടെ ഹീലിങ്ങിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും ഹീൽ ചെയ്ത് നിങ്ങളുടെ ഹേർട്ട് ചക്ര ഓപ്പൺ ആകും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇപ്പോൾ ഹീലിങ്ങിലൂടെ പോകേണ്ട ഒരു സമയമാണ്, ഹീൽ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്.
എന്തായാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരണം എന്നുള്ള ഒരു ആഗ്രഹം നല്ല രീതിയിൽ അവരിൽ വന്നിട്ടുണ്ട്. അവരതിൻ്റെ ആക്ഷൻ എടുക്കാൻ പോവുകയാണ്. അവരതിനെക്കുറിച്ച് സ്ട്രോങ് ആയിട്ട് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്, ആക്ഷൻ എടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളിലാണ് നിങ്ങൾ കൂടുതലായിട്ടും ഒരു ഹീലിംഗ് എനർജി കൊണ്ടുവരേണ്ടതും ഹീൽ ചെയ്യപ്പെടേണ്ടതും. തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഹീലിംഗ് ഉണ്ട്. ഹീലിംഗ് ആയി ഈ റിലേഷൻഷിപ്പ് ഹീലായി നല്ല ഇന്നസെൻസിലേക്ക് വരുന്നതാണ്. ഈ ലവേഴ്സ് എനർജിയും ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി തന്നെയാണ് ഇന്നസെൻസ് എന്ന് കാണിക്കുന്നത്. വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു ലവ് എനർജിയിലേക്ക് നിങ്ങൾ പരസ്പരം എത്തിച്ചേർന്നതാണ്. റിലേഷൻഷിപ്പ് ഹീലാകും. സെലിബ്രേഷനാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും സെലിബ്രേഷൻ്റെ സമയമാണ്. നിങ്ങൾ തമ്മിൽ ഒരു ഡിവൈൻ യൂണിയൻ നടക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു റിലേഷൻഷിപ്പിലെ ബ്ലോക്കേജസ് എല്ലാം മാറി നിങ്ങൾ തമ്മിലൊരു യൂണിയൻ നടക്കുന്നതാണ്. പോസിറ്റീവ് എനർജി കമൻറ്റിലൂടെ ക്ലെയിം ചെയ്യുക. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഡിയേഴ്സ്, താങ്ക് യു സോ മച്ച്.